ഇനി കേരളയല്ല, സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് കെട്ടിടമായ സേവാതീർത്ഥിൽ ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. तब से एक बड़ी डिमांड थी कि केरला का नाम केरलम होना चाहिए, जो कि मलयालम भाषा में केरलम कहा जाता है, इसलिए इसका नाम केरलम होना चाहिए. ये बड़े लंबे टाइम से डिमांड रही है. इस डिमांड को आज यूनियन कैबिनेट ने अप्रूवल दिया. ബില്ല് രാഷ്ട്രപതി കേരള നിയമസഭയ്ക്ക് അയക്കും. 2024 ജൂൺ 24-നാണ് നിയമസഭാ പേരുമാറ്റത്തിനായി പ്രമേയം പാസാക്കിയത്. ഭരണഘടനയുടെ 1-ാം പട്ടികയിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരള എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കേരളം എന്നാക്കി ഭേദഗതി വരുത്തുന്നതിനാവശ്യമായ നടപടികൾ ഭരണഘടനയുടെ അനുച്ഛേദം 3 പ്രകാരം കൈക്കൊള്ളണമെന്ന് ഈ സഭ ഐകകണ്ഠ്യേന ആവശ്യപ്പെടുന്നു. സർ, ഇതാണ് പ്രമേയം. ഇത് ഇങ്ങനെ കൊണ്ടുവരേണ്ടി വന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക നാമധേയം ഇന്ത്യൻ ഭരണഘടനയുടെ 8-ാം പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാ ഭാഷകളിലും കേരളം എന്നാക്കി മാറ്റുന്നതിന് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം 9/8/2023 നിയമസഭ ഐകകണ്ഠ്യേന പാസാക്കിയിരുന്നു. പ്രസ്തുത പ്രമേയത്തിൽ ഭരണഘടനയുടെ 1-ാം പട്ടികയിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കേരള എന്ന പേര് കേരളം എന്നാക്കി ഭേദഗതി ചെയ്യുന്നതിനും 8-ാം പട്ടികയിൽ പറയുന്ന എല്ലാ ഭാഷകളിലും നമ്മുടെ നാട് കേരളം എന്ന പേരിൽ മാറ്റണമെന്നുമാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ തുടർന്നുള്ള പരിശോധനയിൽ പട്ടിക 1-ൽ മാത്രം ഭേദഗതി മതിയാകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ബൽറാം, കാലങ്ങളായുള്ള സംസ്ഥാനത്തിന്റെ ആവശ്യത്തിന് ഒടുവിൽ ഇതാ കേന്ദ്രം അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും തുടർ നടപടികളൊക്കെ എന്നായിരിക്കും ഔദ്യോഗികമായൊരു തീരുമാനമുണ്ടാവുക? അമൃത, പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് കെട്ടിടമായ സേവാതീർത്ഥിൽ ചേർന്ന ആദ്യ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. കാലങ്ങളായി, അല്ലെങ്കിൽ സംസ്ഥാന രൂപീകരണ ഘട്ടം മുതൽ ഉണ്ടായിരുന്ന ആവശ്യമായിരുന്നു മലയാളത്തിൽ കേരളം എന്ന് പ്രയോഗിക്കുമ്പോൾ ഹിന്ദിയിലും ഇംഗ്ലീഷ് അടക്കമുള്ള മറ്റ് ഭാഷകളിൽ കേരൾ എന്നാണ് ഉപയോഗിക്കുന്നത്. അത് മാറ്റി മലയാളത്തിലേതിന് സമാനമായി കേരളം എന്ന് സംസ്ഥാനത്തെ വിളിക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 2023 ഓഗസ്റ്റ് 9 കേരള നിയമസഭ ഒരു പ്രമേയം പാസാക്കിയിരുന്നെങ്കിൽ സാങ്കേതിക തടസ്സങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയം അത് മടക്കുകയായിരുന്നു. തുടർന്നാണ് 2024 ജൂൺ 24 കേരള നിയമസഭ ഏകകണ്ഠമായി ഒരു പ്രമേയം പാസാക്കുകയും കേന്ദ്ര സർക്കാരിന് അയക്കുകയും ചെയ്തത്. എന്നാൽ ഇത്രയും കാലം അതിലൊരു തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരുന്നില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി അടുത്തു വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ കാര്യം അംഗീകരിക്കാനുള്ള ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയും ഇന്ന് ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യം അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. തുടർ നടപടികളും ഇന്ന് ഈ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുന്ന ഘട്ടത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വിശദീകരിച്ചു. ഈ ബില്ല്, ഇതിനായുള്ള ബില്ല്, കേരള പേരുമാറ്റ ബില്ല് 2026 അത് സംസ്ഥാന നിയമസഭയ്ക്ക് അയച്ചു കൊടുക്കും. സംസ്ഥാന നിയമസഭയുടെ തീരുമാനം കേന്ദ്രത്തെ അറിയിക്കുമ്പോൾ കേന്ദ്രം തുടർ നടപടി സ്വീകരിക്കും എന്നാണ് മന്ത്രി അശ്വിനി വൈഷ്ണവ് വിശദീകരിച്ചിരിക്കുന്നത്. വരുന്ന ബജറ്റ് സമ്മേളനത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബില്ല് പാസ്സാക്കാനുള്ള ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. നിയമസഭാ പ്രമേയം പാസ്സാക്കിയതോടൊപ്പം തന്നെ സംസ്ഥാന BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് ആക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് കേന്ദ്ര സർക്കാരിന് കൈമാറിയിരുന്നു. ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനം. ബൽറാമി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള നമ്മുടെ ഒരു ആവശ്യമാണ്. ഒപ്പം 2 വർഷം മുമ്പ് 2024 നിയമസഭാ പേരുമാറ്റത്തിനായി ഒരു പ്രമേയം പാസ്സാക്കുന്നു. എന്നിട്ടും കാര്യമായി ഇതിലൊരു അനുകൂല നിലപാടൊന്നും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെയൊരു തീരുമാനം വന്നിരിക്കുന്നു. തീർച്ചയായും അതിന്റെ കാരണം അറിയേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു തീരുമാനമാണ്, നീക്കമാണ് ഇതെന്ന് നിസ്സംശയം പറയാം, അല്ലേ ബൽറാം? അമൃത, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു തീരുമാനം, അതായത് 1.5 വർഷത്തിലേറെയായി ഒരു തീരുമാനവും എടുക്കാതെ
കേന്ദ്രം മാറ്റിവെച്ചിരുന്ന ഒരു പ്രമേയമായിരുന്നു, അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയുടെ ഒരു അഭ്യർത്ഥനയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം പ്രഖ്യാപിക്കാൻ ബാക്കി നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അത് സംസ്ഥാന രൂപീകരണം, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കുന്ന ഘട്ടത്തിൽ മുതൽ ഉയർന്നു വരുന്ന ഒരു ആവശ്യമാണ് കേരളം എന്ന്, കേരളത്തെ, സംസ്ഥാനത്തെ വിളിക്കണം എന്നുള്ള ആവശ്യം. അക്കാര്യം ഉൾപ്പെടെ കേരളം അയച്ചു നൽകിയ പ്രമേയത്തിലും വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു തീരുമാനത്തിന് അംഗീകാരം നൽകിയിരിക്കുന്നു. അത് സംസ്ഥാന പ്രമേയം കയ്യിലിരിക്കെ തന്നെ സംസ്ഥാന BJP അധ്യക്ഷൻ കൂടി ഒരു ആവശ്യം, ഇതേ ആവശ്യം ഉന്നയിച്ച ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോയിരിക്കുന്നത് എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതികമായ തുടർ നടപടികളാണ്. ഇനി മുതൽ തന്നെ ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിൽ ഭേദഗതിയാണ് ഈ ഒരു പ്രമേയം നിർദ്ദേശിക്കുന്നത്. അത് ഭരണഘടന അനുച്ഛേദം 3 അനുസരിച്ചാണ് ഇത്തരത്തിലൊരു ഭേദഗതി നടപ്പിലാക്കുക. ഇക്കാര്യം സംബന്ധിച്ചുള്ള ബില്ലുകൾ പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് ഔദ്യോഗിക രേഖകളിൽ എല്ലാം തന്നെ ഇനി ഇംഗ്ലീഷിൽ കേരള എന്നും ഹിന്ദിയിൽ കേരൾ എന്നും ഉപയോഗിക്കുന്നതിന് പകരമായിക്കൊണ്ട് കേരളം എന്ന മലയാളത്തിൽ ഉപയോഗിക്കുന്ന പദം തന്നെയായിരിക്കും സംസ്ഥാനത്തിന് ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ഇനി മുതൽ ഉപയോഗിക്കുക. അമൃത, ശരി. ഏതായാലും ഇനി മുതൽ നമ്മുടെ കേരളം തന്നെയാണ്, എല്ലായിടത്തും കേരളം എന്ന് തന്നെയായിരിക്കും. കേരൾ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പോവുകയാണ്. ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു. വിവരങ്ങളാണ് ബൽറാം നെടുങ്ങാടി പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.